الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളായി ജീവിതം ക്രമപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഒരു സദസ്സിൽ, റമളാനിൻ്റെ ഒരു പകലിൽ, നിർബന്ധമായ നോമ്പുള്ള അവസ്ഥയിൽ വുളുവോടുകൂടി നിർബന്ധമായ ളുഹർ നമസ്കാരത്തിന് ശേഷം അസർ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അള്ളാഹിൻ്റെ വീട് ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വീട്ടിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, എൻ്റെ സംസാരം, നിങ്ങളുടെ ഇരുത്തം എല്ലാം സ്വാലിഹായ അമലുകളായി നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടയാളമായി പറഞ്ഞത് കാലം പെട്ടെന്ന് കടന്നു പോകുമെന്ന്. ഒരു വർഷം ഒരു മാസത്തെ പോലെ, ഒരു മാസം ഒരാഴ്ച പോലെ, ഒരാഴ്ച ഒരു ദിവസം പോലെ, വൽയൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കടന്നു പോകും. ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്ന് ഓർത്തെടുക്കാൻ പ്രയാസമാണ് നമുക്ക്. എന്നാൽ 25 കൊല്ലം മുന്നേ നടന്ന കാര്യം ഇന്നലെ നടന്നതുപോലെ നമുക്ക് തോന്നും. നബിയുടെ പ്രവചനമാണ്, കാലം പെട്ടെന്ന് കടന്നു പോകും. അത് ഏറ്റവും അധികം നമ്മൾ അനുഭവപ്പെടാറുള്ളത് റമളാനിലാണ്. റമളാൻ മറ്റു മാസങ്ങളെക്കാൾ വളരെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെടും. ഏതായിരുന്നാലും റമളാനിൽ നമ്മൾ അല്പം അധ്വാനിച്ചു. സുബഹി ഒരു 5:25-26 മുതൽ മഗ്രിബ് 6:38 വരെ ഏകദേശം 13 മണിക്കൂർ പകൽ സമയം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു. രാത്രി നിന്ന് നമസ്കരിച്ചു. ആദ്യത്തെ 20 ദിവസങ്ങളിലൊക്കെ നമ്മൾ തറാവീഹുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഒന്നുകൂടി രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറി 1-2 മണിക്കൂർ രാത്രി അള്ളാഹുവിന് വേണ്ടി വജ്ഹ് ഉദ്ദേശിച്ച് നമ്മൾ നിന്ന് നമസ്കരിച്ചു. ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്തു. മറ്റു മാസങ്ങളെക്കാൾ ഉപരിയായി കർമ്മങ്ങൾ ചെയ്തു. ഈ
കർമ്മങ്ങൾ ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് ഈ റമദാനിന്റെ അവസാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചിന്ത, എൻ്റെ കർമ്മങ്ങൾ എന്നാലും വളരെ കുറവാണ് എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചില ചിന്തയുണ്ട്. ഞാൻ മുജാഹിദാൻ, എൻ്റെ ജീവിതത്തിൽ ശിർക്കില്ല, ബിദ്അത്തില്ല, അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ മാമൂലുകളോ ഇല്ല. എന്നാൽ എൻ്റെ നാട്ടുകാരിലേക്കൊന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ എല്ലാ നിലക്കുമുള്ള തിന്മകളിൽ അവർ ആണ്ടുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാവായ എടക്കുളം പ്രദേശത്ത് നിന്ന് അള്ളാഹു ആരെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരെന്തായാലും ആ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന ഒരു ധാരണ പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളുടെ ഈമാനിനെ തഖ്വയെ അളക്കേണ്ടത് നമ്മുടെ നാട്ടുകാരിലേക്കോ കൂട്ടുകാരിലേക്കോ നോക്കിയല്ല. മഹാനായ ശദ്ദാദ് ഇബ്നു ഹാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മനുഷ്യന്റെ കഥ നമുക്ക് പറഞ്ഞു തരാൻ. അന്ന റജുലൻ മിനൽ അഅറാബ്, അഅറാബിയായ ഒരു മനുഷ്യൻ. ആരാണ് അഅറാബി എന്ന് പറഞ്ഞ? ഗ്രാമീണനായ ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, നമ്മളുടെ മാനേഴ്സ് കീപ്പ് ചെയ്യാൻ അറിയാത്ത വ്യക്തിയാണ്. ഒട്ടകങ്ങളുമായി, കഴുതകളുമായി, ആടുകളുമായി മരുഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ചിലപ്പോൾ സദസ്സിലേക്ക് കടന്നു വരും ഒരു അറാബി, എന്നിട്ട് ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നൊക്കെ ചോദിക്കും. കാരണം അത്രയും ഒരാളോട് എങ്ങനെ പെരുമാറണം, അത്രയും ആ ഒരു താഴെ തട്ടിൽ ജീവിച്ച അറാബിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഫആമന ബിഹി, അല്ലാഹുവിന്റെ റസൂലിൽ ആ വ്യക്തി വിശ്വസിച്ചു. വത്തബഅഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കൂടി ആ വ്യക്തി ഇത്തിബാ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉഹാജിറു മഅക റസൂലേ, ഞാൻ താങ്കളുടെ കൂടെ ഹിജ്റ വരാൻ ഉദ്ദേശിക്കുന്നു. ഫൗസാ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅല സുഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബാക്കിയുള്ള സ്വഹാബികൾക്ക് വസിയത്ത് നൽകി. യാത്ര ചെയ്തിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല. അപ്പോ ഹിജ്റ പോകുന്ന സമയത്ത് ബാക്കിയുള്ള സ്വഹാബികളോട് ആ അറാബിയായ മനുഷ്യന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി. അങ്ങനെ ഹിജ്റ ചെയ്തു. ഇപ്പോ നബിയിൽ വിശ്വസിച്ചു, നബിയെ ഇത്തിബാ ചെയ്തു, ഹിജ്റ ചെയ്തു. ഫലമ്മാ കാനത്ത് ഗസ്വ, അതിനുശേഷം ഒരു യുദ്ധം നടന്നു. ഗനീമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത മുതൽ, ശത്രുക്കൾ അവിടെ ഇട്ടേച്ചു പോയ മുതലുകൾ എന്ത് ചെയ്യാം, യുദ്ധത്തിൽ വിജയിച്ച അവർക്ക് വീതിച്ചെടുക്കാം. അതാണ് ഗനീമത്ത് സ്വത്ത്. ആ ഗനീമത്ത് സ്വത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖസമ, സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു. വഖസമ ലഹു, അയാളുടെ വിഹിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഹിതം വെച്ചു. എല്ലാവർക്കും വിഹിതം വെച്ച കൂട്ടത്തിൽ ആ അറാബിയായ മനുഷ്യന്റെ വിഹിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചു. ഫഅതാ സുഹാബഹു മാ ഖസമ ലഹു വകാന യർആ ലഹറഹു, അങ്ങനെ അയാളുടെ വിഹിതം സ്വഹാബികളെ ഏൽപ്പിച്ചു. കാരണം ഈ ഗനീമത്ത് സ്വത്ത് വിഹിതം വെച്ച സമയത്ത് ഈ വ്യക്തി ആ സ്ഥലത്തില്ലായിരുന്നു. ആടുകളെയും പശുക്കളെയും മേക്കാൻ വേണ്ടി പുറം ഭാഗത്തേക്ക് പോയതായിരുന്നു. അപ്പൊ സ്വഹാബികളെ ഏൽപ്പിച്ചു, അയാൾ വന്നാൽ എന്ത് ചെയ്യണം, കൊടുക്കണം. ഫലമ്മാ ജാഅ ദഫഊഹു ഇലൈഹി, അങ്ങനെ ആ മനുഷ്യൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോ അയാളുടെ ഗനീമത്ത് സ്വത്ത് സ്വഹാബികൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഫഖാല, അപ്പൊ ആ വ്യക്തി ചോദിച്ചു, മാ ഹാദാ, ഇതെന്തത്? ഇതുവരെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, അപ്പൊ ആദ്യമായിട്ട് കിട്ടിയതാണ് ഈ ഗനീമത്ത് സ്വത്ത്. അപ്പൊ ചോദിക്കാൻ, മാ ഹാദാ, ഇതെന്താ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഖിസ്മുൻ ഖസമഹു ലകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് വിഹിതമായി തന്ന നിന്റെ വിഹിതമാണ്, ഗനീമത്ത് സ്വത്താണ്. ഫഅഖദഹു, അയാൾ അതെടുത്തു. ഫജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയുടെ അടുക്കൽ വന്നു. ഫഖാൽ, നബിയോട് ചോദിച്ചു, മാ ഹാദാ, അള്ളാഹുവിന്റെ റസൂലേ ഇതെന്താൻ?
ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക്, ഇത് നിനക്ക് വിഹിതമായി കിട്ടിയതാണ്, നിന്റെ വിഹിതമാണിത്. അപ്പൊ ആ വ്യക്തി പറയുന്ന ചില വാക്കുകൾ ചരിത്രത്തിൽ കാണാം. ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, മാ അലാ ഹാദ തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയല്ല താങ്കളുടെ പിന്നാലെ കൂടിയത്. മാ അലാ ഹാദ തബഅതുക, അനുവദിക്കപ്പെട്ട മുതലാണ്. അത് കിട്ടിയിട്ട് പോലും ആ വ്യക്തി പറയാണ്, മാ അലാ ഹാദ തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയല്ല താങ്കളുടെ പിന്നാലെ കൂടിയത്. വലാകിന്നി ഇത്തബഅതുക, എന്നാൽ ഞാൻ താങ്കളെ ഇത്തിബാ ചെയ്തത് അലാ അൻ ഉർമാ ഇലാ ഹാഹുനാ വഅശാറ ഇലാ ഹൽഖിഹി, അയാളുടെ ഹൽക്കിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്കിവിടെ കുത്തു കിട്ടണം, എനിക്കിവിടെ കുത്തു കിട്ടണം. ബിസഹമിൻ, നല്ല അമ്പ് കൊണ്ട് എനിക്ക് ഈ ഹൽക്കിൽ എന്ത് ചെയ്യണം, ഏറ് കിട്ടണം, കുത്തു കിട്ടണം. ഫഅമൂത്ത്, അങ്ങനെ എനിക്ക് മരിക്കണം. ഫഅദ്ഖുലൽ ജന്ന, അങ്ങനെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇയാൾ ആഗ്രഹം പറയാൻ, ഗനീമത്ത് സ്വത്ത് കിട്ടിയപ്പോൾ സന്തോഷിക്കല്ല, മറിച്ച് ഇതിനു വേണ്ടിയല്ല ഞാൻ റസൂലെ നിങ്ങളെ പിന്നാലെ കൂടിയത്. ഞാൻ എന്തിനാ ഇസ്ലാമിലേക്ക് വന്നത്, ഞാൻ എന്തിനാ താങ്കളെ ഇത്തിബാ ചെയ്തത്, എനിക്ക് ഇവിടെ കുത്തുകിട്ടി മരിക്കണം, ഷഹീദാകണം, അങ്ങനെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖക, നീ സത്യമാണ് പറയുന്നത് എങ്കിൽ, നീ ആത്മാർത്ഥമായിട്ടാണ് ഈ സംസാരിക്കുന്നത് എങ്കിൽ അള്ളാഹു അത് സത്യപ്പെടുത്തി തരും. നബി അത്രേ പറഞ്ഞുള്ളൂ. ഫലബിസു ഖലീല, അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ثم نهضوا في قتال العدو, അങ്ങനെ മുസ്ലിമീങ്ങൾ ശത്രുക്കളുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഫഉതിയ ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്മൽ, ആ വ്യക്തിയുടെ മയ്യത്ത് നബിയുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. അന്ന് പറഞ്ഞു പോയ വ്യക്തിയുടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. ഖദ് അസ്വാബഹു സഹമുൻ ഹൈതു അശാർ, അയാൾ അന്ന് സൂചിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ ആക്രമണം കിട്ടിയ അവസ്ഥയിൽ, കുത്തേറ്റ അവസ്ഥയിൽ നബിയുടെ മുന്നിൽ അയാളുടെ മയ്യത്ത് കൊണ്ടുവന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹുവ ഹുവ, അവനല്ലേ ഇവൻ? ഏത് അന്ന് അങ്ങനെ പറഞ്ഞ് പോയ ആ വ്യക്തിയല്ലേ ഇവൻ? അഹുവ ഹുവ ഖാലു, സ്വഹാബികൾ പറഞ്ഞു, നഅം റസൂലേ, ആ വ്യക്തി തന്നെയാണിവൻ. അന്ന് പറഞ്ഞു പോയില്ലേ, എനിക്ക് ഗനീമത്ത് സ്വത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കൂടിയത്, എനിക്കിവിടെ കുത്തേൽക്കണം, അങ്ങനെ മരിക്കണം എന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെയാണിവൻ. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ് ഫസദഖഹു, ഇവൻ അള്ളാഹുവിനെ സത്യപ്പെടുത്തി, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, ഇവന്റെ മേൽ കാര്യങ്ങൾ സത്യപ്പെടുത്തി. ثم كفنه النبي صلى الله عليه وسلم في جبة النبي صلى الله عليه وسلم, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ ജുബ്ബ അഴിച്ചിട്ട് ആ വ്യക്തിയുടെ മയ്യത്ത് മൂടുകയാണ്, കഫൻ ചെയ്യാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കുപ്പായം കൊണ്ട് എന്ത് ചെയ്തു, ആ വ്യക്തിയെ കഫൻ ചെയ്തു. സുമ്മ ഖദ്ദമഹു, എന്നിട്ട് നബിയുടെ മുന്നിൽ ആ മയ്യത്ത് വെച്ചു. ഫസല്ല അലൈഹി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. ഫകാന ഫീമാ ളഹറ മിൻ സ്വലാത്തിഹി, ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, അള്ളാഹുവേ, ഇത് നിന്റെ അടിമയാണ്. ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത വ്യക്തിയാണ്. ഫഖുതില ഷഹീദാ, ഇപ്പദാ ഷഹീദായി കിടക്കാൻ, ഷഹീദായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അന ഷഹീദുൻ അലാ ദാലിക്, ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം അന ഷഹീദുൻ, ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവേ, ആര് പറയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാന്റെ റസൂൽ സാക്ഷി പറയാൻ, ഞാൻ സാക്ഷിയാണ് ഇയാൾക്ക്, ഇയാൾ ഹിജറ ചെയ്തതിന്, ഇയാൾ ഷഹീദായതിന് ഒക്കെ അള്ളാഹുവേ ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് വിധേയനാകാൻ, നബിയുടെ ജുബ്ബ കൊണ്ട് കഫം പുടവ പുതക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചു എന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരിക. നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ ചെയ്തിട്ടില്ല എന്നല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ഒരു മാസം ഒരുപാട് ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, ഖുർആൻ പാരായണം നടത്തി, എല്ലാം ചെയ്തു. പക്ഷെ എത്ര ചെയ്താലും ഞാൻ ഒരുപാട് ചെയ്തു എന്ന അമിതമായ ആത്മവിശ്വാസം വേണ്ട. ഇത്തരം കർമ്മങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ സ്വർഗത്തിന്റെ മേഖലയിൽ ഇനിയും ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് എന്ന ആ ഒരു ബോധം, ഇനിയും ഞാൻ ഒരുപാട് ഓടേണ്ടതുണ്ട് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അയാൾ ജനിച്ച അന്ന് മുതൽ മരണപ്പെടുന്ന അന്ന് വരെ 60 കൊല്ലം എന്നൊക്കെ ഹദീസിൽ കാണാം. 60 കൊല്ലക്കാലം ഒരു മനുഷ്യൻ അവന്റെ ആയുഷ്കാലം മുഴുവൻ തലകുത്തനെ നിൽക്കണം. മനുഷ്യൻ തലകുത്തനെ നിൽക്കാൻ എന്താ അവന്റെ ലക്ഷ്യം? മറല്ലാത്തില്ല, അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് അവനാ ചെയ്യുന്നത്. അള്ളാന്റെ തൃപ്തി കിട്ടണമെന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ അവന്റെ ആയുഷ്കാലം മുഴുവൻ തലകുത്തനെ നിൽക്കാൻ. പക്ഷെ നാളെ പരലോകത്തെത്തിയാൽ ലഹഖറഹു യൗമൽ ഖിയാമ, ആ പ്രവർത്തനം പോലും ഹഖറ, വളരെ നിസ്സാരമായി ആ മനുഷ്യന് തോന്നും. ഞാനൊന്നും ചെയ്തില്ലല്ലോ തോന്നും. ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് പോലും വളരെ നിസ്സാരമായി തോന്നുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളെക്കാളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്ത വ്യക്തിയാണ്. ധാരാളം അമലുകൾ. കാലിൽ നീര് വരുവോളം നമസ്കരിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ റസൂലിന്റെ വീട്ടിൽ അതിഥിയായി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടുന്നത് കണ്ടു. ഞാൻ മഅ്മൂമായി പിന്തുടർന്നു. അള്ളാഹുവിന്റെ റസൂൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ റുക്കൂയിലേക്ക് പോകുമെന്ന്. പോയില്ല. ആൽ ഇംറാൻ ഓതാൻ തുടങ്ങി. എന്റെ കാല് കടയാൻ തുടങ്ങി, എന്റെ ശരീരം തളരാൻ തുടങ്ങി. ഞാൻ ആ നമസ്കാരത്തിൽ ആഗ്രഹിച്ചു പോയി, അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് റുക്കൂയിലേക്ക് പോയെങ്കിൽ, ഒന്ന് സുജൂദിലേക്ക് പോയെങ്കിൽ, ഒന്ന് അത്തഹിയ്യാത്തിലേക്ക് പോയി ഈ നമസ്കാരം ഒന്ന് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആരാ പറയണേ? സ്വഹാബികളാ പറയണേ. നമ്മൾ വലിയ ത്യാഗത്തിന്റെ കഥ പറയാറുള്ളത് ആരെ പറ്റിയിട്ടാ? സ്വഹാബികളെ പറ്റിയിട്ടാണ്. ആ സ്വഹാബികൾക്ക് പോലും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല ആരുടെ നമസ്കാരം? അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം. സ്വഹാബികൾക്ക് പോലും മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ല റസൂലിന്റെ പ്രാർത്ഥനകൾ. സ്വഹാബികൾ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അറബി അത്ര എളുപ്പമുള്ള ഭാഷയാണ് അല്ലേ? മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമുള്ള ഭാഷയാണ് അറബി. അറബികൾക്കോ നമ്മളെക്കാൾ എളുപ്പമാണ്, കാരണം അവരുടെ മാതൃഭാഷയാണ്. അവർക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് റസൂല്, എന്നാ നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാകണ്ട, എന്റെ എല്ലാ പ്രാർത്ഥനകളും ഒത്തിണങ്ങിയ ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ നന്മകളും ഞാനിതാ ചോദിക്കുന്നു. ഒക്കെ പെട്ടു. വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയുക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ച എല്ലാ ശർറിനെ തൊട്ടും അല്ലാഹുവേ ഞാനിതാ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ സ്വഹാബികൾക്ക് മനഃപ്പാഠമാക്കാൻ പ്രയാസം. അത്രമാത്രം പ്രാർത്ഥിച്ചു ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് പോലും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല, താങ്ങുന്നില്ല, അതിനു മാത്രം നമസ്കരിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പറയാൻ അഷ്റഫുൽ ഖൽഖാൻ, അഷ്റഫുൽ ഖൽഖ്, അദ്ദേഹത്തെക്കാൾ നല്ല ഒരു സൃഷ്ടി ഈ പ്രപഞ്ചത്തിലില്ല, ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇനി സൃഷ്ടിക്കുകയുമില്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനാണ് ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, കാരുണ്യമാൻ. അങ്ങനെയുള്ള പ്രവാചകൻ പറയുന്നു,
എൻ്റെ അമലുകൾ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇത്രമാത്രം അമല് ചെയ്ത പ്രവാചകൻ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അമലുകൾ കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല. പക്ഷെ എൻ്റെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിന്റെ റഹ്മത്ത് ആവരണം ചെയ്തിരിക്കുന്നു. ആ റഹ്മത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നാളെ പരലോകത്ത് കഴിച്ചിലാവും, രക്ഷപ്പെടും. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ അറിയിക്കുന്നത് എന്താ? നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ അത് വളരെ കുറവാണ് എന്നുള്ള ബോധമാണ്. വളരെ കുറവാണ് എന്നുള്ള ബോധമാണ്. ചെയ്തിട്ടില്ല എന്നുള്ള നിരാശയല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും എന്തുണ്ട്? ഒരുപാട് ഞാൻ ചെയ്യാനുണ്ട് എന്നുള്ള ബോധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പ്രശ്നമായിരുന്നു കള്ളപ്രവാചകന്മാരുടെ ആഗമനം. അതിലേറ്റവും മുന്തിയവനായിരുന്നു മുസൈലിമ എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ. മുസൈലിമക്ക് സംസാരിക്കാൻ നല്ല കഴിവാണ്, കാണാൻ നല്ല സുന്ദരനാണ്, ഒരുപാട് സമ്പത്തുണ്ട്. അപ്പൊ കുറച്ച് ആളുകളെ മുസൈലിമക്ക് കിട്ടി. അപ്പൊ മുസൈലിമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് എഴുതാൻ, അള്ളാഹുവിന്റെ പ്രവാചകനായ മുസൈലിമയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിനുള്ള കത്ത്. നമ്മൾ രണ്ടാളും പ്രവാചകന്മാരാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനു ഭിന്നിക്കണം? നമുക്ക് ഒന്നിക്കാം, നമുക്ക് ഈ രാജ്യത്തെ രണ്ടായി ഭാഗിക്കാം. കുറച്ചാളുകൾ എനിക്ക്, കുറച്ചാളുകൾ നിനക്ക്. ഒരു കോംപ്രമൈസ്, ഒരു ഐക്യത്തിനുള്ള ശ്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്ത് വായിച്ചു, ദേഷ്യം പിടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എനിക്ക് ദൂതന്മാരെ വധിക്കാൻ അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ഈ കത്ത് കൊണ്ടുവന്നു തന്ന മുസൈലിമയുടെ ദൂതന്മാരെ ഞാൻ വധിക്കുമായിരുന്നു. ഇസ്ലാമിന്റെ ഒരു നീതിയാണ്. പോസ്റ്റ്മാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും ചെയ്യാൻ പാടില്ല. അയാളുടെ ജോലി നിർവഹിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിനൊരു മറുപടി എഴുതി, അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് കള്ളപ്രവാചകനായ മുസൈലിമക്കുള്ള കത്ത്. എന്നിട്ട് മുസൈലിമയുടെ സകല വാദങ്ങളെയും ഗണ്ണിച്ച് ഇസ്ലാമിന്റെ തനതായ സന്ദേശം കൃത്യമായി അറിയിക്കുന്ന സുദീർഘമായ ഒരു കത്ത്. ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച സ്വഹാബിയാണ് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹബീബ് ബിൻ സയ്യിദ് അദ്ദേഹം രാത്രി സമയത്ത് മുസൈലിമയുടെ കൊട്ടാരത്തിലെത്തി. രാത്രി സമയത്തെത്തി. മുസൈലിമ കത്ത് വായിച്ചു, ദേഷ്യം പിടിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മര്യാദ കാണിക്കാൻ മുസൈലിമ തയ്യാറായില്ല. തുറുങ്കിലടച്ചു. നേരം വെളുത്തു. കൊണ്ടുവന്നു, ചോദിച്ചു, എന്താണ് മുഹമ്മദിനെ പറ്റി നിന്റെ അഭിപ്രായം? ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ പ്രവാചകനാണ് എന്നൊരു വാദം എനിക്കുണ്ട്, എന്താണ് നിന്റെ നിലപാട്? എന്റെ രണ്ട് ചെവികളും ഇപ്പോൾ കേൾക്കാതെ പോയെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കേൾക്കാൻ മനസ്സില്ല. മുസൈലിമയുടെ നാവിൽ നിന്ന് ഞാൻ പ്രവാചകനാണ് എന്ന പരാമർശം കേൾക്കാൻ മനസ്സില്ല. ഉടനെ തന്റെ കിങ്കരന്മാരോട് പറയാണ്, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുക. പലരുടെയും ധാരണ സ്വഹാബികളുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എക്സ്ട്രാ കപ്പാസിറ്റി, സഹിക്കാനും വേദന സഹിക്കാനൊക്കെ ഉള്ളൊരു പ്രത്യേക പവർ ഉണ്ട് എന്നാണ്. ഇല്ല, നമ്മെപ്പോലെ പച്ചയായ സാധാരണക്കാരായ മനുഷ്യരാണ്. വിശപ്പും ദാഹവും വിചാരവും വികാരവും അതുപോലെ സങ്കടവും എല്ലാമുള്ള സാധാ മനുഷ്യരാണ്. ആ മഹാനായ സ്വഹാബിയുടെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുക്കുന്നു. വീണ്ടും ചോദ്യം. പതറിയില്ല, പിന്മാറിയില്ല, മാറ്റി പറഞ്ഞില്ല. രണ്ടാമത്തെ കഷ്ണം. ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യനെ കൊണ്ട് എത്രമാത്രം വേദന സഹിക്കാൻ സാധിക്കുമോ അതിന്റെ മാക്സിമം സഹിച്ചു മഹാനായ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ശരീരത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ കീറി മുറിച്ചെടുത്തു. ഷഹീദായി. ഉമ്മ അറിയാണ് വിവരം. തൻ്റെ മകൻ ശരീരത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ കീറി മുറിക്കപ്പെട്ട നിലയിൽ ഷഹീദായ വാർത്തയറിഞ്ഞപ്പോൾ ആ ഉമ്മ പറയാണ്, ഇങ്ങനെ ഒരു മരണം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നാൽ.
നമ്മളെവിടെ? നമ്മളെന്ത് ചെയ്തു? ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്നർത്ഥം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇനിയും ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട് എന്നർത്ഥം. റമളാനോടുകൂടി അവസാനിപ്പിക്കേണ്ടതല്ല എന്നർത്ഥം. മദീനയിൽ 2 തോട്ടമുണ്ടായിരുന്നു. ആ 2 തോട്ടങ്ങൾക്കിടയിൽ മതിൽ കെട്ടാൻ തീരുമാനിച്ചു. ഒരു തോട്ടത്തിന്റെ ഉടമസ്ഥൻ അൻസ്വാരിയായ ഒരു സ്വഹാബിയൻ. മതിൽ കെട്ടാൻ നോക്കുമ്പോൾ അതിർത്തിയിൽ നിൽക്കുന്ന ഈത്തപ്പന മരം ഒരു തടസ്സം. അയൽവാസിയോട് പറഞ്ഞു, നിന്റെ ആ ഈത്തപ്പന മരം എനിക്ക് തന്നാൽ എനിക്ക് സുഖമായി മതിൽ കെട്ടാം. ഇല്ലാന്ന് പറഞ്ഞു, തരൂലെന്ന് പറഞ്ഞു. നബിയോട് പോയി പറഞ്ഞു, റസൂലെ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ തരും. റസൂൽ പറഞ്ഞ ഈത്തപ്പന മരം നിൽക്കുന്ന സ്ഥലം അയാൾക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. 2ാമത് പറഞ്ഞു റസൂൽ, കൊടുക്ക്. ഇല്ല എന്ന് പറഞ്ഞു. 3ാമത് പറഞ്ഞു, വലക ബിഹാ നഖലത്തും ഫിൽ ജന്ന, ആ ഈത്തപ്പന മരം നിൽക്കുന്ന സ്ഥലം കൊടുത്താൽ നിനക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം തരും. അപ്പോഴും കൊടുക്കാൻ കൂട്ടാക്കിയില്ല, കൊടുത്തില്ല. സദസ്സിൽ അബൂദഹ്ദാഹ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, റസൂലെ, ഈത്തപ്പന മരം ഞാൻ വാങ്ങാം. കച്ചവടത്തിന്റെ എല്ലാ തന്ത്രങ്ങളൊക്കെ പയറ്റി പരിചയമുള്ള ആളാണ്. ആര്? അബൂദഹ്ദാഹ്. ഈത്തപ്പന മരം ഞാൻ വാങ്ങും, എന്നിട്ട് അയൽവാസിക്ക് ഞാൻ മറിച്ചു വിൽക്കും. എനിക്കല്ല, ആവശ്യക്കാരന് ഞാൻ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ എനിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഈത്തപ്പന മരം തരുമോ? നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അബൂദഹ്ദാഹ് ഈത്തപ്പന മരത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, ആ ഈത്തപ്പന മരം എനിക്ക് തന്നാൽ പകരം ഞാൻ നിനക്ക് തരാൻ പോകുന്നത്, എനിക്കൊരു ഈത്തപ്പന മരത്തിന്റെ തോട്ടമുണ്ട്. അവിടെ 600 നഖ്ല, 600 ഈത്തപ്പന മരമുണ്ട്. നല്ല വീട്, വെള്ളം, ഒരുപാട് വരുമാനം എല്ലാം ഞാൻ തരും. പകരം എനിക്കെന്താ വേണ്ടത്? ഈ ഒരൊറ്റ ഈത്തപ്പന മരമാണ്. അതും എനിക്കല്ല, ആർക്കാ? എൻ്റെ അയൽവാസിക്ക് കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ ലാഭമുള്ള കച്ചവടമുണ്ടോ? കച്ചവടം ഉറച്ചു. അബൂദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. യാ ഉമ്മദ്ദഹ്ദാ ഉഖ്റുജി വഅബ്നാഅകി ഖദ് ബിഅത്തുൽ ബുസ്താൻ. ആരെ വിളിക്കാണ്? ഭാര്യയെ വിളിക്കാൻ. ഉമ്മദ്ദഹ്ദാ ഉഖ്റുജി, ഇറങ്ങിക്കോ, നമ്മുടെ മക്കളെയും മറ്റു സാധന സാമഗ്രികളൊക്കെ എടുത്തോ. ഖദ് ബിഅത്തുൽ ബുസ്താൻ, ഞാൻ ഈ തോട്ടം വിറ്റു. രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തോട്ടം കച്ചവടാക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നും പറയാതെ പോയ ആളാണ്. ലിമൻ, ആർക്കാ വിറ്റത്? ലില്ലാഹ്. ആർക്കാ? ലില്ലാഹ്, അള്ളാഹുവിനാണ് വിറ്റത്. ബിനഖ്ലത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ഈത്തപ്പന മരത്തിന് വേണ്ടിയാണ് ഞാനിത് വിറ്റത്. ഇത് കേട്ടപ്പോൾ ബോധം കെട്ട് വീഴല്ല ഭാര്യ. ബാറക്കല്ലാഹു ലക ഫീമ ഇശ്തറൈത റബിഹല്ലാഹു ബൈഅക്, താങ്കൾ ഈ കച്ചവടത്തിൽ വമ്പൻ ലാഭം കൊയ്തിരിക്കുന്നു, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്തു? സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം കിട്ടുമെന്ന് കേൾക്കുമ്പോഴേക്ക് തൻ്റെ 600ഓളം ഈത്തപ്പന മരവും എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിച്ച അബൂദഹ്ദാഹ് ചെയ്ത ത്യാഗവുമായി നമ്മുടെ കർമ്മങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ നന്മയുടെ മാർഗത്തിൽ ഇനിയും ഒരുപാട് ഞാൻ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന ബോധമാണ് റമളാൻ വിട പറയുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. 2ാമതായി, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർമ്മങ്ങൾ സ്വീകരിക്കണം. ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ. നാളെ പരലോകത്ത് ചില ആളുകൾ വരും. ആമിലത്തുൻ നാസിബ, ഒരുപാട് അമല് ചെയ്തിട്ടുണ്ടാകും. നാസിബ, അമല് ചെയ്ത് ക്ഷീണിച്ച അവശരാൻ, തളർന്ന അവശരാൻ, അതിന് മാത്രം അമല് ചെയ്തു. പക്ഷേ തസ്ലാ നാരൻ ഹാമിയ, ചൂടേറിയ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവർ കടന്നെരിയും. കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചില്ല. ഷിർക്ക് ചെയ്തു, ബിദ്അത്ത് ചെയ്തു, റിയാ ഉണ്ടായി. അങ്ങനെ കർമ്മങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ട് കർമ്മങ്ങൾ പരിഗണിക്കാതെ പോയി. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു പരിഗണിക്കണം, അല്ലാഹു സ്വീകരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മദീനയിൽ അത്വാ ഉസ്സലമി എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അത്വാ ഉസ്സലമി, അദ്ദേഹം നല്ല നെയ്ത്തുകാരനാണ്.
നെയ്തുണ്ടാക്കിയ വസ്ത്രം കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അതാണ് ജോലി. ഒരു ദിവസം അദ്ദേഹം നെയ്തുണ്ടാക്കിയ വസ്ത്രവുമായി കടയിലേക്ക് ചെന്നപ്പോൾ കടയുടെ ഉടമസ്ഥൻ അതിന്റെ ഒരുപാട് പോരായ്മ പറയാൻ, ഇവിടെ ഈ കളർ വന്ന് ശരിയായില്ല, ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പോരായ്മകൾ പറഞ്ഞപ്പോ അത്വാഉ സലമി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയപ്പോൾ കടയുടെ ഉടമസ്ഥൻ ബേജാറിലായി. അയാൾ പറഞ്ഞു, കരയണ്ട, ഞാൻ പറയുന്നത് പോലെ ശരിയാക്കി കൊണ്ടുവന്നാൽ ഞാൻ തിരിച്ചെടുക്കാം. അത്വാഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ വസ്ത്രത്തിന്റെ കാര്യം ആലോചിച്ചിട്ടല്ല കരയണേ, അത് നീ പറയുന്നത് പോലെ എന്ത് ചെയ്യാം, ശരിയാക്കി കൊണ്ടുവന്നാൽ നീ തിരിച്ചെടുക്കും. പക്ഷേ നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നെയ്തുണ്ടാക്കുന്നവരാണ്. നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഒരുപാട് അമലുകൾ ചെയ്യുന്നു. നാളെ പരലോകത്ത് അല്ലാഹു ഇത് വിചാരണക്കെടുക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ പറഞ്ഞ് മടക്കിയാൽ പിന്നെ ഒന്ന് നമസ്കരിക്കാനോ ഒന്ന് നോമ്പെടുക്കാനോ മറ്റു കർമ്മങ്ങൾ ചെയ്യാനോ ഒരവസരമില്ലല്ലോ. അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് പറഞ്ഞ് കരയുന്ന സ്വഹാബികൾ. ആരാ കരയുന്നത്? സ്വഹാബിയാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട, അല്ലാഹു തൃപ്തിപ്പെട്ട മഹാന്മാരായ സ്വഹാബികൾ പരിതപിക്കുകയാണ്. ഏത് വിഷയത്തിൽ? കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുമോ എന്ന ബേജാർ. അപ്പൊ നമ്മൾ ഈ റമളാനിന്റെ അവസാന ദിനങ്ങളിൽ പ്രത്യേകിച്ച് വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീയെല്ലാം കേൾക്കുന്നവനാണ്, നീയെല്ലാം അറിയുന്നവനാണ്. ഇതാര് പ്രാർത്ഥിച്ചതാ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിമസ്സലാം. എപ്പോ പ്രാർത്ഥിച്ചതാ? ചെറിയ കാര്യം ചെയ്തതിന് ശേഷമാണോ? അല്ല, വലിയ കാര്യം ചെയ്തു. എത്രത്തോളം വലുത്? കഅബാലയം നിർമ്മിച്ചു. കഅബാലയം നിർമ്മിക്കാന്നുള്ള നിസ്സാര കാര്യമാണോ? അല്ല, വളരെ വലിയ പ്രവർത്തനമാണ്. അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ലേ? എന്തായാലും സ്വീകരിക്കും. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞിട്ടാ ചെയ്ത്, അള്ളാഹ് കൽപ്പിച്ചിട്ടാ ചെയ്ത്. എന്തായാലും അള്ളാഹു സ്വീകരിക്കണം. എന്നിട്ട് പോലും അവർ രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയം നിർമ്മിച്ച അത്ര വലിയ പുണ്യപ്രവർത്തനം നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഖലീലുള്ളാഹ് ആയിട്ടില്ല. ഇബ്രാഹിം നബി ഖലീലുള്ളാഹാണ്, അള്ളാഹിന്റെ കൂട്ടുകാരനാണ്. നമ്മളാരും ഉമ്മത്തായിട്ടില്ല. ഒരു സമൂഹം ചെയ്യേണ്ട ജോലി ഒറ്റക്ക് നിർവഹിച്ച വ്യക്തിയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രപഞ്ചത്തിന്റെ സകലമായ രഹസ്യങ്ങളും അള്ളാഹു കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എന്തായാലും അള്ളാഹു പരിഗണിക്കും ആ വ്യക്തിയെ. എന്നിട്ട് പോലും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പൊ റമളാനിന്റെ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പ്രാർത്ഥന അധികരിപ്പിക്കുക. ഏത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ അധികരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ മാത്രമുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം, അതിനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കുക. എന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ. അള്ളാഹുവേ, നീ വിട്ടുവീഴ്ചയാൻ, നീ മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു മാപ്പ് നൽകിയത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ഖുർആൻ പറഞ്ഞു, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം. മനുഷ്യർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ തന്നെ അള്ളാഹു പിടികൂടിയിരുന്നുവെങ്കിൽ, ഞാൻ തിന്മ ചെയ്യുക, ഉടനെ അള്ളാഹു എന്നെ ശിക്ഷിക്കാന്ന് സങ്കല്പിക്കുക. പരലോകത്തേക്കൊന്നും നീട്ടിവെക്കാതെ തിന്മ ചെയ്ത ഉടനെ അള്ളാഹു എന്നെ ശിക്ഷിക്കാന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ, നമ്മൾ ചെയ്യുന്ന തിന്മക്കനുസരിച്ച് ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു ശിക്ഷിക്കാന്ന് സങ്കല്പിക്കുക. മാ തറക അലൈഹാ മിൻ ദാബ്ബ. ഈ ഭൂലോകത്ത് ഒരു ജീവി ഉണ്ടാകൂല എന്നാണ് അള്ളാഹ് പറയാണ് സൂറത്തുൻ നഹ്ലിലൂടെ.
മനുഷ്യർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അപ്പപ്പോ തന്നെ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂലോകത്തൊരു ജീവി ഉണ്ടാവില്ല. നമ്മളെ കണ്ടിട്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല നമ്മളിവിടെ ജീവിച്ചിരിക്കാൻ കാരണം എന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ലൗലാ ശുയൂഖുൽ ലിൽ ഇലാഹി റുക്കഉ വസബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബാ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ലൗലാ ശുയൂഖുൽ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവിനെ റുക്കൂ ചെയ്യുന്ന വൃദ്ധന്മാരായ ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, മുലകുടി പ്രായത്തിലുള്ള യത്തീമക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ, മേച്ചിൽപ്പുറങ്ങളിൽ മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന നാൽക്കാലികൾ, കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ എന്നെ അള്ളാഹുവിന്റെ അദാബ് വന്നിറങ്ങിയേനെ. എന്താ അദാബ് വരാത്തത്? നമ്മളുള്ളതുകൊണ്ടാണോ? അല്ല, മറിച്ച് അദാബ് വരാതിരിക്കാൻ കാരണം മുലകുടി പ്രായത്തിലുള്ള യത്തീമക്കളാണ്. ഇവിടെയുള്ള ആടും പോത്തും പശുവുമാണ്. വൃദ്ധന്മാരായ അള്ളാഹുവിനെ ഭയപ്പെട്ട് റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാരും വൃദ്ധകളുമാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ അല്ലാഹുമ്മ ഇന്നക അഫു, അള്ളാഹു ആരാണ്? വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫു, മാപ്പ് നൽകുന്നത് വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. ഫഅഫു അന്നി, അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണമേ. അള്ളാന്റെ മാപ്പ് നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മൾ മാപ്പ് നൽകിയോ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. കുന്നാ ജുലൂസുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുദീർഘമായ ഒരു ഹദീസാണ്, അതിന്റെ പ്രധാന ഭാഗം മാത്രം പറഞ്ഞു പോവാൻ. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യത്ലൂ അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഇപ്പം അങ്ങോട്ട് കടന്നു വരുന്നു പറഞ്ഞു. ഫത്തല റജുലുൻ മിനൽ അൻസ്വാർ, അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ടൊരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. തൻതിഫു ലിഹിയതുഹു മിൻ വുളൂഇഹി ഖദ് തഅല്ലഖന അലൈഹി ഫീ യദിഹി ശിമാൽ, ആ വ്യക്തിയുടെ താടിയിൽ നിന്ന് വുളുവിന്റെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. അയാളുടെ ഇടത്തെ കയ്യിൽ അയാളുടെ ചെരുപ്പ് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ട്. ആ കോലത്തിലാണ് ആ സ്വഹാബി കടന്നു വന്നത്. ഫലമ്മാ കാനൽ ഗദ്, പിറ്റേ ദിവസം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിത്ല ദാലിക്, ഇന്നലെ പറഞ്ഞതുപോലെ റസൂൽ പറഞ്ഞു. ഫതല ദാലിക റജുലു മിത്ലൽ മറത്തിൽ ഊല, ഇന്നലെ കടന്നു വന്ന വ്യക്തി തന്നെ രണ്ടാമത്തെ ദിവസവും കടന്നു വന്നു. ഫലമ്മാ കാനൽ യൗമു സാലിസ്, മൂന്നാമത്തെ ദിവസം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിത്ല മഖാലതിഹി ഐളൻ, ഇന്നലെയും മിനിയാന്നും പറഞ്ഞതുപോലെ റസൂൽ മൂന്നാമത്തെ ദിവസവും പറഞ്ഞു. ആ സമയത്തും ഫതല ദാലിക റജുലു അലാ മിത്ല ഹാലിഹിൽ ഊല, ഇന്നലെയും മിനിയാന്നും കടന്നു വന്ന അതേ വ്യക്തി തന്നെ കടന്നു വന്നു. 3 ദിവസം റസൂൽ പറഞ്ഞത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് വരും. ആ വ്യക്തി തന്നെ 3 ദിവസം കടന്നു വന്നു. ഫലമ്മാ ഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അന്നത്തെ സംസാരമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. തബിഅഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഈ വ്യക്തിയുടെ പിന്നാലെ കൂടാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഫഖാൽ, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയോട് പറഞ്ഞു, ഇന്നി ലഹൈതു അബി ഫഅഖ്സംതു അല്ലാ അദ്ഖുല അലൈഹി തലാത, ഞാൻ എൻ്റെ ബാപ്പാനൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ചെറിയ വാക്കുതർക്കുണ്ടായി. അപ്പം ഞാൻ ബാപ്പാനോട് ശപഥം ചെയ്തു, ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരൂ. ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞു, ഇനി ആ 3 ദിവസം ഞാൻ നിന്റെ കൂടെ ഒന്ന് താമസിക്കട്ടെയോ? ആരെ? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ആരോട് പറയാണ്? റസൂല് പ്രവചിച്ച സമയത്ത് 3 തവണ കടന്നു വന്ന ആ വ്യക്തിയോട്. ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചു. അങ്ങനെ
അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഇയാളെ വീക്ഷിക്കാൻ, എന്താ ഇയാളെ പ്രത്യേകത എന്നറിയാൻ വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം എന്ത് അമലാണ് ഈ വ്യക്തി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി. അന്നഹു ബാത മഅഹു തിൽക ലയാലി തലാത്ത് ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈആ. ഈ 3 ദിവസം ഞാൻ അവിടെ താമസിച്ചു. ഈ 3 ദിവസവും അയാൾ രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടതേയില്ല. രാത്രി നിസ്കരിക്കാണ്ടെന്നല്ല, രാത്രി നമസ്കാരം വേണ്ടെന്നല്ലതിന്റെ അർത്ഥം. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് രാത്രിയെല്ലാം കുറെ നേരം നിന്ന് നമസ്കരിക്കും, ഇതൊക്കെ ആയിരിക്കും ഇയാളുടെ പ്രത്യേകത എന്നാണ്. ആ 3 ദിവസം അയാൾ എന്ത് ചെയ്തിട്ടില്ല? രാത്രി നമസ്കരിച്ചിട്ടില്ല. غير أنه إذا تعارى وتقلب على فراشه ذكر الله عز وجل وكبر. ഈ ഉറക്കത്തിൽ തന്നെ ഉറക്കം പോണ ചില സമയം ഉണ്ടാവുമല്ലോ നമുക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോഴൊക്കെ. ആ സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹു അക്ബർ എന്ന് പറയും. ഇതാണ് രാത്രി ഞാൻ കണ്ടൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഗൈറ അന്നീ ലം അസ്മഉഹു യഖൂലു ഇല്ലാ ഖൈറ. അയാളിൽ നിന്ന് നല്ലതല്ലാതെ വേറെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ലം അസ്മഉഹു ഇല്ലാ ഖൈറ. സംസാരിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ, വേറൊരു വർത്താനമില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. എത്ര കുറെ ദിവസങ്ങളൊക്കെ നീണ്ടെടുക്കാൻ പറ്റില്ലല്ലോ, മാക്സിമം 3 ദിവസമാണല്ലോ അതിഥിയായിട്ട് പോയി നിൽക്കണ്ടേ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തിയോട് തന്റെ മനസ്സ് തുറക്കുകയാണ്. യാ അബ്ദല്ലാഹ്, ഇന്നി ലം യകുൻ ബൈനി വബൈന അബി ഗളബുൻ വലാ ഹജ്റുൻ തമ്മ. ഇന്നേ വരെ ഞാൻ എൻ്റെ ബാപ്പയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാ വന്ന് ബാപ്പാനോട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നാണ്. ഇന്നേ വരെ ഞാൻ എൻ്റെ ഉപ്പയുമായി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വലാകിൻ സമിഅതു റസൂലല്ലാഹ് യഖൂലു ലക 3 മിറാറിൻ. താങ്കളെ പറ്റി 3 തവണ പറഞ്ഞു റസൂല്. അപ്പൊ എന്താണ് താങ്കളുടെ പ്രത്യേകത എന്ന്? ഫഅറത്തു അൻ ആവി ഇലൈക ലിഅൻദുറ മാ അമലുക ഫഅഖ്തദി ബി. എന്താണ് താങ്കളുടെ അമല് എന്നറിയാനും അത് അനുധാവനം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളുടെ പിന്നാലെ കൂടിയത്. ഫലം അറക തഅമലു കതീറ അമലിൻ. പക്ഷെ കൂടുതലൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഫമല്ലദീ ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹ്. പിന്നെ എന്താ റസൂൽ അങ്ങനെ പറയാൻ കാരണം? ഒന്നും കണ്ടില്ലല്ലോ. ഫഖാൽ, അപ്പൊ വ്യക്തി പറഞ്ഞു, മാ ഹുവ ഇല്ലാ മാ റഅയ്ത്. നീ കണ്ടതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. സ്വകാര്യമായിട്ട് ഞാൻ അമലൊന്നും പോയി ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഫലമ്മാ വല്ലൈതു, നിരാശനായി മടങ്ങാണ് ആര്? കർമ്മങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. അങ്ങനെ മടങ്ങാണ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ്. വീട്ടിൽ നിന്ന് മടങ്ങുമ്പോ ദാനി, ആ മനുഷ്യൻ തിരിച്ചു വിളിച്ചു. ആ അൻസാരിയായ മനുഷ്യൻ വാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഇല്ലാ മാ റഅയ്ത ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈറിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. ഒരാളോടും എനിക്ക് എന്തില്ല? ഗിശ്ശില്ല, വെറുപ്പില്ല. ഒരാളോടും എനിക്ക് ഗിശ്, ഒരു നേരിയ രൂപത്തിലുള്ള പകയില്ല. വലാ അഹ്സുദു അഹദൻ അഅതാഹു അല്ലാഹ്. അല്ലാഹു ആർക്കെങ്കിലും എന്തെങ്കിലും ഖൈർ നൽകിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് ആ വിഷയത്തിൽ ഒരു അസൂയയുമില്ല. ഒരാളോടും പകയില്ല, ഒരാളോടും അസൂയയുമില്ല. ഫഖാല അബ്ദുല്ലാഹ്. അപ്പൊ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹി അല്ലതി ബലഗത് ബിക്. ഇതന്നെയാണ് താങ്കളെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, വഹിയല്ലതി ലാ നുതീക്. പക്ഷെ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ. ആർക്ക് സാധിക്കുന്നില്ല? സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു അൽ-ആസ് പറയാണ്, ഞങ്ങൾക്കതിന് പറ്റുന്നില്ലല്ലോ. എന്തിന്? ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും അസൂയയില്ലാത്ത ആ ഒരു മനസ്സ് നേടിയെടുക്കാൻ വഹിയല്ലതി ലാ നുതീക്, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയാൻ. നോക്കൂ നിങ്ങൾ, അതാണ് അഫൂർ. വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കാൻ തയ്യാറാവുക.
മാപ്പാക്കാൻ തയ്യാറാവുക, മറക്കാൻ തയ്യാറാവുക. വർഷങ്ങളായി ബാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് ചില ആളുകൾ, സ്വന്തം ഉമ്മയുമായി സംസാരിച്ചിട്ട് കൊല്ലങ്ങളായി, സ്വന്തം പെങ്ങളുമായി ഒന്ന് ഇടപഴകിയിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് കൂടെ ഇരുന്നിട്ട് വർഷങ്ങളായി. നിസ്സാര കാര്യമായിരിക്കും ചിലപ്പോൾ. അവസാനിപ്പിക്കണം. മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കണം, അല്ലേ? എങ്കിലേ അള്ളാഹുവിന്റെ അഫ്വ് നമുക്ക് കിട്ടുള്ളൂ. ഇല്ല എങ്കിൽ അള്ളാഹിന്റെ അഫ്വ് കിട്ടൂല. എത്ര അഫ്വ് ചോദിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അഫ്വിന് തയ്യാറാവുക, നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക. റമദാൻ അവസാനിക്കുന്ന ഈ വേളയിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇനി ഒരിക്കലും ഹറാമിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ്. ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും പ്രവാചകന്മാരല്ല, നമ്മളാരും വലിയ ഈമാനികമായ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരൊന്നല്ല. ഒരുപാട് വീക്ക്നെസ് ഉണ്ട് എനിക്ക്, ഒരുപാട് പോരായ്മയുണ്ട് നമുക്ക്, ഒരുപാട് ന്യൂനതകളുണ്ട്. എത്ര തന്നെ ഈമാനികമായി ജീവിക്കാൻ പരിശ്രമിച്ചാലും പലപ്പോഴും പലതിലും പോയി പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് പെടും, അറിയാതെ പെടും. രഹസ്യമായി, പരസ്യമായി, ചെറുതായി, വലുതായി ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ മാക്സിമം ഹറാമിൽ നിന്ന് എന്ത് ചെയ്യുക? വിട്ടു നിൽക്കാൻ പരിശ്രമിക്കുക. മുൻഗാമികൾ ഹറാമിനെ ഭയപ്പെട്ടു. എത്രത്തോളം ഭയപ്പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറയാൻ, ഇഷ്തറ റജുലുൻ മിൻ റജുലിൻ അഖാറല്ല. ഒരാളിൽ നിന്ന് ഒരു പറമ്പ് വാങ്ങി, അഖാർ, ഒരു ചെറിയ ഒരു തുണ്ട് ഭൂമി വാങ്ങി. ഫവജദ റജുലു അല്ലദി ഇഷ്തറ അഖാറ ഫീ അഖാരിഹി ജറത്തൻ ഫീഹാ ദഹബ്. അങ്ങനെ കച്ചവട ഇടപാടെല്ലാം കഴിഞ്ഞതിന് ശേഷം, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം, ഈ വാങ്ങിയ വ്യക്തിക്ക് ആ ഭൂമിയിൽ നിന്ന് ജറത്തൻ ഫീഹാ ദഹബ്, ഒരു ജാറ് സ്വർണം കിട്ടി, ഒരു നിധി കിട്ടി. ഫഖാല ലഹു അല്ലദി ഇഷ്തറ അഖാർ. അപ്പൊ നിധി കിട്ടിയപ്പോ ഭൂമി ആരിൽ നിന്നാണോ വാങ്ങിയത് അയാളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഖുദ് ദഹബക മിന്നി ഇന്നമാ ഇസ്തറൈതു മിൻകൽ അർള് വലം അബ്തഅ മിൻകൽ ദഹബ്. ദാ ഈ നിധി നീ പിടിച്ചോ, കാരണം ഞാൻ നിന്നിൽ നിന്ന് വാങ്ങിയത് എന്താണ്? ഭൂമി മാത്രമാണ്. ഞാൻ എന്ത് വാങ്ങിയിട്ടില്ല? നിധി ഞാൻ വാങ്ങിയിട്ടില്ല. വഖാല അല്ലദി ലഹുൽ അർള്. അപ്പൊ ഭൂമി വിറ്റ വ്യക്തി പറഞ്ഞു, ഇന്നമാ ബിഅതുകൽ അർള വമാ ഫീഹാ. എനിക്ക് വേണ്ട, ഞാൻ ആ ഭൂമിയും അതിലുള്ളതെല്ലാം ഒന്നിച്ച് വിറ്റതാണെന്ന് പറഞ്ഞു. രണ്ടു കൂട്ടർക്കും അതെടുക്കാൻ പേടി. ഈ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും? ഭൂമി വിറ്റവനാകട്ടെ വാങ്ങിയവനാകട്ടെ, ഏത് കഥാപാത്രമായാലും ഞാനാണെങ്കിൽ നമ്മളാണെങ്കിൽ എങ്ങനെ അത് സ്വായത്തമാക്കാം, അതിനെന്തെല്ലാം ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്താം. ഇവിടെ രണ്ടാൾക്കും വേണ്ട, പേടി. വിറ്റ ആൾക്കും വേണ്ട, വാങ്ങിയ ആൾക്കും വേണ്ട. ഫതഹാക്കമ ഇലാ റജുലിൻ. രണ്ടാളും കൂടി ഒരു ഹാക്കിം, തഹാക്കമ ഇലാ റജുലിൻ, ഈ കാര്യത്തിൽ വിധി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ജഡ്ജിയുടെ അടുക്കിലേക്ക് പോവാൻ, ആ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് പോവാൻ. ഫഖാല അല്ലദീ തഹാക്കമ ഇലൈഹി. അപ്പൊ ആ വിധികർത്താവ് ചോദിച്ചു, അലക്കും വലദുൻ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു, ലീ ഗുലാം, എനിക്കൊരു ആൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേയാൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അൻകിഹുൽ ഗുലാമൽ ജാരിയ, രണ്ടാളെയും കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞു പരസ്പരം. എന്നിട്ട് വാംഫിക്കു വലാ അൻഫുസിഹിമ, എന്നിട്ട് എന്ത് ചെയ്തോ? ആ നിധിയില്ലേ അതിൽ നിന്ന് അങ്ങോട്ട് ചെലവഴിച്ചോ. വതസദ്ദഖ, കുറച്ച് സ്വതക്കയും കൊടുത്തു എന്ന് പറഞ്ഞു. ഈ സംഭവം എന്തിനാ റസൂല് പഠിപ്പിച്ചു തരണേ? രണ്ടു കൂട്ടർക്കും പേടി. ഹറാമായ നിലക്ക് എന്തെങ്കിലും തടിമ പറ്റുമോ എന്നുള്ള പേടി. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിൽ മറ്റൊരാളുടെ കണ്ണുനീരുണ്ടാവാൻ പാടില്ല. നമ്മുടെ സമ്പാദ്യത്തിൽ മറ്റൊരാളുടെ വിയർപ്പിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഹറാമാക്കിയ മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ മേഖലകളിലേക്ക് പോകാൻ പാടില്ല. തിഹാമ പർവ്വതത്തോളം നന്മകളുമായി പരലോകത്ത് വന്നാലും അള്ളാഹു ആ കർമ്മങ്ങളെയെല്ലാം സ്വകാര്യമായി ചെയ്യുന്ന ഹറാമുകൾ മുഖേന നിഷ്ഫലമാക്കി കളയുമെന്ന് താക്കീത് ചെയ്തു. ഒറ്റക്കാകുമ്പോൾ ആളുകളെ മുന്നിൽ ഭയങ്കര മാന്യനാണ്,
പക്ഷെ ഒറ്റക്കായിരിക്കും, ചിലപ്പോൾ വിദേശത്തായിരിക്കും, ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് യാത്രയിലായിരിക്കും. അവിടെ പോയി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബെഡ്റൂം നമ്മുടെ റൂമിൽ ഒറ്റക്കായിരിക്കും. ഈ സമയത്ത് സ്വകാര്യമായി തിന്മകൾ ചെയ്യുക. അവർ തിഹാമ പർവ്വതത്തോളം നന്മകളുമായി നാളെ പരലോകത്ത് വന്നാലും അള്ളാഹു ആ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഹറാമിലേക്ക് പോകുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുക, തിന്മയെ സമീപിക്കുന്നതിനെ വളരെ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കുക, അതിലേക്ക് പോകാതിരിക്കുക, റമദാൻ പരിഗണിക്കുക. ഈ റമദാൻ വസീലയാക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് വസീല തേടുക. ആരാന്റെ കർമ്മങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത്, അതിലൊന്നും കാര്യമൊന്നുമില്ല. സ്വന്തം അമല് മുൻനിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സ്വന്തം അമല് മുൻനിർത്തി പ്രാർത്ഥിക്കുക. മൂന്നാളുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഗുഹയിൽ കുടുങ്ങിയപ്പോ അവർ മൂന്നാളും അവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ആ മൂന്നാളും തള്ളിയിട്ടും അനങ്ങാത്ത പാറ അവർക്ക് വഴിമാറി കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുന്നിലും ഒരുപാട് കീറാമുട്ടികളുണ്ട്. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭക്ഷണമുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് കീറാമുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. ടെൻഷനാണ് പല ആളുകൾക്കും, മനസ്സമാധാനമില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ കയ്യിലുള്ള ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് കീറാമുട്ടികൾ ആ പാറ വന്നടിഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ. ഇതിൽ നിന്ന് കരകയറ്റി തരാൻ ഈ റമദാനിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞാനിതാ ഒരു കനപ്പെട്ട റമദാൻ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ആ റമദാനിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചു നാഥ, ഖുർആൻ പാരായണം ചെയ്തു നാഥ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു, ഞാൻ രാത്രി നമസ്കാരത്തിൽ ഏർപ്പെട്ടു. ഈ റമദാൻ മുൻനിർത്തി അള്ളാഹുവേ, ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, ഈ റമദാൻ നീ ഒരു സ്വാലിഹായ അമലായി എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ, എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, ഇന്ന ഒരു പ്രശ്നമുണ്ട്, അള്ളാഹുവേ കരകയറ്റി തരണം, കൈച്ചിലാക്കി തരണം. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ എടുത്തു പറയാൻ പാകത്തിലുള്ള ഒരു കനപ്പെട്ട റമദാനാക്കി മാറ്റാൻ, എടുത്തു പറയാൻ മാത്രമുള്ള ഒരു കനപ്പെട്ട റമദാനാക്കി മാറ്റാൻ കഴിവിന്റെ പരമാവധി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചുരുങ്ങിയ സമയം നമ്മുടെ മനസ്സിലേക്ക് വേണ്ടി കടന്നു വരേണ്ട ഏതാനും ചില ചിന്തകൾ, ഓർഡറായിട്ടൊന്നല്ല, ഇങ്ങനെ ഡിസോർഡർ എന്തൊക്കെയോ പറഞ്ഞു. ഏതായിരുന്നാലും ഈ കേട്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കാൻ ഞാനും നമ്മളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ ഈ നിമിഷം വരെ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും, ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും സ്വാലിഹായ അമലുകളായി അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പാളിച്ചകൾ എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു അതെല്ലാം അവൻ്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാവ്, പിതാവ്, അധ്യാപകർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹു അതെല്ലാം സാധിപ്പിക്കുമാറാകട്ടെ. നമ്മളെ രോഗികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലുമൊക്കെയുള്ള ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങൾ അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിത ഇടപാടുകൾ, കച്ചവടങ്ങൾ, ജീവിത മാർഗങ്ങൾ, മഈശത്ത്, റിസ്ക്, ജോലി, വരുമാനം, അള്ളാഹു അതിലെല്ലാം ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم إنك عفو تحب العفو فاعف عنا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.